ബോർഡിംഗ് പാസ് നൽകിയ ശേഷം കുഞ്ഞിനടക്കം യാത്ര നിഷേധിച്ച സംഭവത്തിൽ പ്രമുഖ വിമാന കമ്പനിയായ ഖത്തർ എയർവേസിന് 10 ലക്ഷം രൂപ പിഴ. സേവനത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയതിനും അനുചിതമായ വ്യാപാര രീതികൾ പിന്തുടർന്നതിനുമാണ് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ നടപടി. നഷ്ടപരിഹാര തുകയായ 10 ലക്ഷം രൂപയ്ക്ക് പുറമെ കോടതി ചെലവിലേക്കായി 25,000 രൂപയും കമ്പനി പരാതിക്കാർക്ക് നൽകണമെന്ന് കമ്മീഷൻ ഉത്തരവിട്ടു. ഇറ്റലിയിൽ ജോലി ചെയ്യുന്ന മലയാളിയായ റോഷൻ ജോസും കുടുംബവുമാണ് ഖത്തർ എയർവേസിന്റെ അനാസ്ഥയ്ക്കെതിരെ നിയമ പോരാട്ടത്തിന് ഇറങ്ങിയത്. 2018 നവംബറിലാണ് റോഷനും ഭാര്യ വിനയയും 6 വയസ്സുകാരനായ മൂത്ത മകനും 10 മാസം മാത്രം പ്രായമുള്ള ഇളയ കുഞ്ഞുമടങ്ങുന്ന കുടുംബം വെനീസിൽ നിന്ന് കൊച്ചിയിലെത്തിയത്. യാത്രാരേഖകളെല്ലാം കൃത്യമായി പരിശോധിച്ച ശേഷമാണ് വിമാന കമ്പനി കുടുംബത്തിന് മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റുകൾ നൽകിയത്. എന്നാൽ 2018 ഡിസംബർ 3 അവധി കഴിഞ്ഞ് മടങ്ങാനായി കൊച്ചി വിമാനത്താവളത്തിലെത്തിയ കുടുംബത്തിന് കടുത്ത ദുരനുഭവമാണ് നേരിടേണ്ടി വന്നത്. ചെക്ക് ഇൻ കൗണ്ടറിൽ 2.5 മണിക്കൂറോളം ഇവരെ വെറുതെ നിർത്തി. ഒടുവിൽ വിമാനം പുറപ്പെടുന്നതിന് 10 മിനിറ്റ് മുമ്പ് 6 വയസ്സുകാരനായ മൂത്ത മകന് വേറെ വിസയില്ലെന്ന് ആരോപിച്ച് ബോർഡിംഗ് പാസ് നിഷേധിക്കുകയായിരുന്നു. മറ്റു വഴികളൊന്നുമില്ലാതെ വന്നതോടെ മൂത്ത കുട്ടിയെ വിമാനത്താവളത്തിലെത്തിയ ബന്ധുക്കളെ ഏൽപ്പിച്ച് ഇളയ കുഞ്ഞുമായി റോഷനും ഭാര്യയും ദോഹയിലേക്കുള്ള വിമാനത്തിൽ കയറി. എന്നാൽ എറണാകുളത്ത് നിന്ന് പരിശോധനകൾ പൂർത്തിയാക്കി ബോർഡിംഗ് പാസ് നൽകിയിരുന്ന 10 മാസം പ്രായമുള്ള കുഞ്ഞിന് ദോഹയിലെത്തിയപ്പോൾ കണക്റ്റിംഗ് വിമാനത്തിൽ കയറാൻ ഖത്തർ എയർവേസ് അനുമതി നൽകിയില്ല. മണിക്കൂറുകളോളം അധികൃതർ ഇവരെ വഴിയിൽ നിർത്തി വലച്ചു. അവധി കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിക്കേണ്ടതിനാൽ അമ്മ വിനയയ്ക്ക് കുഞ്ഞിനെ ഉപേക്ഷിച്ച് തനിച്ച് വെനീസിലേക്ക് പോകേണ്ടി വന്നു. അച്ഛൻ റോഷൻ കുഞ്ഞുമായി തിരികെ കൊച്ചിയിലേക്ക് മടങ്ങി. തുടർന്ന് കുഞ്ഞിനെ നാട്ടിലെ ബന്ധുക്കളുടെ അടുക്കൽ നിർത്തി ആഴ്ചകൾക്ക് ശേഷമാണ് കടുത്ത സാമ്പത്തിക നഷ്ടവും സഹിച്ചുകൊണ്ട് അച്ഛൻ കുഞ്ഞിനെ ഇറ്റലിയിലേക്ക് കൊണ്ടുപോയത്. കുട്ടികളുടെ യാത്രാരേഖകളിൽ വീഴ്ചയുണ്ടെന്ന വാദമാണ് വിമാന കമ്പനി ഉയർത്തിയത്. ഷെങ്കൽ നിയമപ്രകാരം പ്രായഭേദമന്യേ ഇറ്റലിയിലേക്ക് യാത്ര ചെയ്യുന്ന എല്ലാവർക്കും സ്വന്തമായി യാത്രാരേഖകൾ വേണം. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വിസ ഫീസ് ഇല്ലെങ്കിലും വിസയോ റെസിഡൻസ് പെർമിറ്റോ ജനന സർട്ടിഫിക്കറ്റോ കൈവശം ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ ഇറ്റലിയിൽ നിന്ന് കൊച്ചിയിലേക്ക് യാത്ര ചെയ്തപ്പോൾ ഇതേ രേഖകൾ അംഗീകരിച്ച വിമാന കമ്പനി മടക്കയാത്രയിൽ മാത്രം ഇത് തടസ്സമായി ഉന്നയിച്ചത് ന്യായീകരിക്കാനാകില്ലെന്ന് ഉപഭോക്തൃ കമ്മീഷൻ നിരീക്ഷിച്ചു. യാത്രാരേഖകൾ അപൂർണമായിരുന്നുവെങ്കിൽ ഇറ്റലിയിൽ വെച്ചു തന്നെ വിമാന കമ്പനിക്ക് യാത്ര തടയാമായിരുന്നു. രേഖകൾ പരിശോധിച്ച് ബോർഡിംഗ് പാസ് നൽകിയ ശേഷം യാത്രാമധ്യേ കുഞ്ഞിനെ മാതാപിതാക്കളിൽ നിന്ന് വേർപെടുത്തേണ്ടി വന്ന സംഭവം മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണെന്ന് കമ്മീഷൻ പ്രസ്താവിച്ചു. വിമാന കമ്പനിയുടെ ഏകപക്ഷീയവും തന്നിഷ്ടപ്രകാരവുമുള്ള ഇത്തരം നടപടികൾ അംഗീകരിക്കാനാകില്ലെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു. ജോലി നഷ്ടപ്പെടുമെന്ന ഭയത്താൽ കുഞ്ഞിനെ ഉപേക്ഷിച്ച അമ്മയ്ക്ക് തനിച്ച് യാത്ര ചെയ്യേണ്ടി വന്നതും കുഞ്ഞുമായി അച്ഛന് തിരികെ വരേണ്ടി വന്നതും മാതാപിതാക്കൾക്ക് ഉണ്ടാക്കിയ മാനസിക ആഘാതവും കഷ്ടപ്പാടുകളും വിവരണാതീതമാണെന്ന് DB ബിനു പ്രസിഡന്റും വി രാമചന്ദ്രൻ, ശ്രീവിദ്യ TN എന്നിവർ അംഗങ്ങളുമായ ബെഞ്ച് വിലയിരുത്തി.